അമ്മയുടെ പേര്? എൻ്റെ പേര് ശാരദ. ശാരദമ്മ. അമ്മയ്ക്ക് എത്ര വയസ്സായി? 73. അമ്മയ്ക്ക് എന്ത് പ്രശ്നമായിട്ടാണ് അഞ്ജന ആയുർവേദ സെന്ററിൽ അമ്മ വന്നത്? അമ്മയ്ക്ക് ഇങ്ങനെ കണ്ണ് ഒരു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇവിടെ ഇടിച്ചു. അതിന് ശേഷം കണ്ണിന് കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നില്ല. ഡോക്ടറെയൊക്കെ കാണിച്ചു. 12 കൊല്ലമായി അത്. ഒരു കുട്ടി 2 കുട്ടിയായിട്ടൊക്കെ തോന്നുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ റാണിമേനുണ്ട് തൃശ്ശൂർ, അദ്ദേഹത്തിനെ പോയി കണ്ടു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ അതുകൊണ്ടൊന്നും ഭേദം കിട്ടിയില്ല. ഭേദിച്ചാൽ ഒരു ഇത് കുറവും വന്നില്ല. ഈ വലത്തെ കണ്ണ് പൊത്തി ഇടത്തെ കണ്ണോട് നോക്കി ആകെ ഒരു കറുപ്പ് നിറമായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇവിടെ അഞ്ചരത്തിൽ വന്ന് 14 ദിവസം ഈ ധാര തുടങ്ങിയിട്ട് ഇന്നേക്ക് അത് കൊടുത്തതിന് ശേഷം എനിക്ക് കുറേ ഒരു ഇപ്പം ഈ കണ്ണ് പൊത്തി കണ്ണോണ്ട് നോക്കിയാൽ വെള്ളി കറുപ്പൊക്കെ വേറെ വേറെ അറിയുന്നുണ്ട്. അമ്മയ്ക്ക് എന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത്? ഈ കറുപ്പ് നിറ കാണല്ലോ, ഇത് തുടങ്ങിയിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം ബാബു വന്നപ്പോഴല്ലേ ഇത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് 12 കൊല്ല, അതിപ്പോൾ 2-3 കൊല്ലായി. 2-3 കൊല്ലമായിട്ട് അമ്മയ്ക്ക് ഒരു സൈഡ് കറുപ്പ് ആയിട്ട് കാണാൻ പറ്റും, ഡബിൾ ആയിട്ട് കാണാൻ പറ്റും. ഡബിളായിട്ട് മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡോക്ടർമാരെ ഒന്നായി വന്നു. ഞരമ്പിന്റെ ഡോക്ടറെ കാണിച്ചു. അലോപ്പതിയിലൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. മൗലാനയിൽ പോയിട്ട് വീട്ടി രവി പറഞ്ഞൊരു ഡോക്ടറിന്റെ അദ്ദേഹത്തിനെ കാണിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കൃഷ്ണമണിയൊക്കെ നീങ്ങി തുടങ്ങി, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 2-3 കൊല്ലായി ഈ കമ്പിയൊക്കെ ഉണ്ടല്ലോ, ഈ ലൈനായിട്ടുള്ള കമ്പിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് കാണുക. ഈ കണ്ണോണ്ട് നോക്കുമ്പോൾ ഈ കണ്ണിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അഞ്ജനത്തിൽ വന്നിട്ട് എത്ര നാളായി ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? 14 ദിവസം. 14 ദിവസം. ഈ 12 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പം അമ്മയ്ക്ക് എന്താണ്? എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കണ്ണോണ്ട് നോക്കുമ്പോൾ, ഈ കണ്ണിനെ വലത്തെ കണ്ണ് പൊത്തി ഇടത്തെ കണ്ണോട് നോക്കുമ്പോൾ കുറെ വൃത്തിയായിട്ട് കളറുകളൊക്കെ കാണുന്നുണ്ട്. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 12 ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഇവിടെ 14 ദിവസം. 12 വർഷമായിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ഈ 12 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കാണാനൊക്കെ എങ്ങനെയുണ്ട്? കാണാനൊക്കെ നല്ല ഭേദമുണ്ട്, നല്ല സമാധാനമുണ്ട്. മുമ്പേ കാണാൻ പറ്റാത്ത കണ്ണിപ്പോഴ് ഇതാണ് കാണാത്ത കണ്ണുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ കമ്പിയൊക്കെ ഇങ്ങനെ ലൈൻ കണ്ണ് നോക്കുമ്പോ ഇങ്ങനെ വളഞ്ഞിട്ടേ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ മാറി, നല്ലതുപോലെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ കളറുകളൊക്കെ വേറെ വേറെ, മുഴുവൻ അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഏതാണ്ടും ആയി, സുഖമായി കിടക്കുന്നു. അലോപ്പതി ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപാട് ചെയ്തിട്ട് കുറവില്ല. അങ്ങനെയാണ് പിന്നെ അഞ്ജനത്തിലേക്ക് വന്നതും. ഇവിടുന്ന് സജീവ് ഡോക്ടറുടെ ചികിത്സയില് ഇപ്പൊ ഏകദേശം ഒരു നല്ലൊരു 90% അമ്മയ്ക്ക് കാഴ്ചയും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെ ശരീരത്തിനും ഇപ്പൊ ഇവിടുത്തെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോ ഒരു ഉഷാറ് വന്നു. മൊത്തത്തില് ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടായി ബോഡിക്ക് അല്ലേ? ശരീരമൊക്കെ നന്നായി, കണ്ണ് കാഴ്ച. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, എപ്പോഴും വയ്യ എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ മാനസികമായിട്ടും കുറച്ച് സന്തോഷമായി. നമസ്കാരം ഡോക്ടർ. അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണിന് ചെയ്ത ട്രീറ്റ്മെന്റുകൾ എന്താണ്? അമ്മ ഇവിടെ ആദ്യം വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു അമ്മയുടെ കണ്ണിന്റെ അവസ്ഥ? അമ്മയ്ക്ക് പ്രധാനമായിട്ടും ഒരു 12 വർഷം മുന്നേ ഉണ്ടായ ഒരു അഭിഘാതം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഞരമ്പ് സംബന്ധമായ ഒരു അസുഖമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഡബിൾ വിഷൻ ഉണ്ടായിരുന്നു. അത് ക്രമേണ വേറെ ചികിത്സ കൊണ്ട് അവർക്ക് ക്രമേണ കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഒരു 3 വർഷം മുന്നേ അവർക്ക് ആ കാഴ്ചശക്തി തീരെ ഇല്ലാതെയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം അവർ പല സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും കാര്യങ്ങളും പല അലോപ്പതി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും അതിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ അഞ്ജനത്തിൽ ചികിത്സയ്ക്ക് വരുന്നത്. നമ്മൾ പ്രധാനമായും അവിടെ ഷുഗർ സംബന്ധിയായ അസുഖങ്ങൾ കുറയാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും അതിനൊപ്പം തന്നെ ഞരമ്പുകൾക്ക് ബലം വയ്ക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുമാണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു 90% കാഴ്ചയ്ക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരുന്നു. ആദ്യം വരുമ്പോൾ അവർക്ക് തീരെ വായിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക, 0 വിഷ്വൽ അക്യൂട്ടി അവരുടെ. ഇന്നത് അവർക്ക് 6/9 ആണ് അവരുടെ വിഷ്വൽ അക്യൂട്ടി. മേഡം, ഈ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പുറമെ നമുക്ക് കുറച്ച് ശാരീരികമായിട്ട് കുറച്ച് ഉന്മേഷവും ഒക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ? അതായത് പ്രമേഹം എന്ന വ്യാധി വളരെ കൂടിയിരിക്കുന്നതിനേക്കാളും പ്രധാനം തന്നെ അതിൻ്റെ ദൈർഘ്യം, എത്ര കാലമാണത് കൂടുതൽ ഉള്ളത് തുടങ്ങിയിട്ട് എന്നുള്ളത് ഇതിന് പ്രധാനമാണ്. ഈ ഷുഗർ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായിട്ടുണ്ട്. അവർ 15 വർഷത്തോളം അവർക്ക് ഷുഗർ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്.
അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഷുഗർ വളരെ വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അവർക്ക് ശാരീരികമായിട്ട് അതിൻ്റെ ക്ഷീണം കൂടി ഉണ്ടാകും. ഞരമ്പുകൾക്ക് ബലം വെക്കണമെങ്കിൽ ഈ ഷുഗർ കുറച്ചതിന് ശേഷം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഇത് വളരെ ഒരു അവസ്ഥ കണ്ട് കൃത്യമായി മരുന്നുകളുള്ളത് കൊണ്ട് മാത്രമാണ് 14 ദിവസം കൊണ്ട് അവർക്ക് ഇത്രയും കാഴ്ചക്ക് തിരിച്ചു കിട്ടാൻ പറ്റിയത്. നമുക്കിവിടെ അഞ്ജനത്തിൽ കണ്ണിൻ്റെ ചികിത്സയല്ലാതെ മറ്റെന്തൊക്കെ ചികിത്സകളാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്? ഇവിടെ പ്രധാനമായും കണ്ണിൻ്റെ ചികിത്സയാണ് ഇവിടെ നടന്നു വരുന്നതെങ്കിലും വാത സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സ നൽകി വരുന്നുണ്ട്. മുട്ടുവേദന, കണ്ടുവേദന, പാരലൈസിസ് എന്ന എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സ നൽകി വരുന്നുണ്ട്. അതിൻ്റെ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടി വരുന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ നിങ്ങൾ കാണിച്ചു തരാം.